ഇന്ത്യൻ ഇതിഹാസം സച്ചിന് സമാന്തരമായി തുടങ്ങിയ കരിയർ. 90കളുടെ രണ്ടാം പാദത്തിൽ ലോക ക്രിക്കറ്റിൽ ബോളെറിഞ്ഞ എല്ലാവരുടെയും പേടി സ്വപ്നം. പന്ത് ഓഫ് സ്റ്റംപ് ലൈൻ ഒരിഞ്ച് പുറത്തായാൽ പാരാബോളിക്കായ ഒരു ലോഫ്റ്റഡ് കട്ട്. യോർക്കറെന്ന് പോലും തോന്നിപ്പിക്കുന്ന ഫുൾ ലെങ്ത് പന്തുകളെ ഒരു മാജിക്കൽ ഫ്ലിക്കിലൂടെ സിക്സറുകളായി മാറ്റുന്ന ഒരു ഇടംകയ്യൻ ബാറ്റ്സ്മാൻ. ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രം ജന്മം കൊണ്ട ഒരു മനുഷ്യനെതിരെയാണ് തങ്ങൾ ബോൾ ചെയ്യുന്നതെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ബാറ്റിംഗ്. സച്ചിൻ ക്ലാസ് എങ്കിൽ ജയസൂര്യ മാസായിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ ബോളിംഗ് ഓൾറൗണ്ടറായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് ഓപ്പണറായി മാറുകയായിരുന്നു. ആ പൊസിഷൻ മാറ്റം ജയസൂര്യയുടെ മാത്രമല്ല, ശ്രീലങ്കൻ ക്രിക്കറ്റിന്റെ തന്നെ ചരിത്രം മാറ്റിമറിക്കുന്നവയായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അയൽക്കാരായ ഇന്ത്യ തന്നെയായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ. അക്കാലത്ത് ഇന്ത്യയുടെ കളി കണ്ട എല്ലാ കുട്ടികളും ജയസൂര്യയെ ഭയന്നു. പ്രസാദിൻ്റെയും ശ്രീനാഥിൻ്റെയും എല്ലാം പന്തുകൾ ജയസൂര്യയുടെ ഒറ്റ ഫ്ലിക്കിൽ ആകാശം കണ്ടപ്പോൾ അവർ ഒന്നടങ്കം പറഞ്ഞു, ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിംഗ് ഉണ്ട്. T20 എന്തെന്നറിയാത്ത കാലഘട്ടത്തിൽ കൂറ്റനടികളും 200 മുകളിൽ സ്ട്രൈക്ക് റേറ്റും നമ്മൾ കണ്ടത് ജയസൂര്യ എന്ന ഇടംകയ്യൻ ബാറ്ററിൽ നിന്നാണ്. 1996 ലോകകപ്പ് മുന്നിൽ കണ്ട് അർജുന രണതുംഗ വളർത്തിയ സിംഹമായിരുന്നു ജയസൂര്യ. മുൻപ് പ്രാഥമിക റൗണ്ടുകളിൽ പുറത്തായിരുന്ന ശ്രീലങ്ക ഒരു തോൽവിയും കൂടാതെ ലോകകപ്പ് നേടി. ആ ലോകകപ്പിലെ മുഖ്യ പങ്ക് വഹിച്ചത് സനത് ജയസൂര്യയായിരുന്നു. ഓപ്പണർമാർക്ക് എല്ലാ തരത്തിലുമുള്ള സ്വാതന്ത്ര്യം രണതുംഗ നൽകിയിരുന്നു. ആ സ്വാതന്ത്ര്യം ജയസൂര്യയും കലുവിതരണയും മുതലെടുത്തു. ലങ്കൻ ഇന്നിംഗ്സിൻ്റെ ആദ്യ 15 ഓവറുകൾ മത്സരങ്ങളുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്നവയായിരുന്നു. 1996 ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിലൊന്നിൽ സച്ചിൻ്റെ 137 റൺസിൻ്റെ മികവിൽ അന്ന് ഇന്ത്യ കുറിച്ചത് 271 റൺസ്. T20 കാലത്തെ മികച്ച സ്കോറുകളിലൊന്നായിരുന്നു അത്. പക്ഷേ ലങ്കൻ ഇന്നിംഗ്സിൻ്റെ ആദ്യ 3 ഓവർ കണ്ട് ഇന്ത്യൻ ആരാധകർ തരിച്ചു നിന്നു. 42 റൺസ്. പ്രഭാകറിൻ്റെ 2 ഓവറിൽ 33 റൺസ്. വെറും 4 പന്തുകളിലാണ് ജയസൂര്യ ഇന്ത്യൻ ബൗളർ മനോജ് പ്രഭാകറിൻ്റെ കരിയർ തന്നെ തീർത്തു കളഞ്ഞത്. പേടിച്ചരണ്ട പ്രഭാകർ മത്സരത്തിൻ്റെ തൻ്റെ ബാക്കിയുള്ള ഓവറുകളിൽ ഓഫ് സ്പിൻ വരെ എറിഞ്ഞു നോക്കി. 8 പന്തുകൾ ശേഷിക്കെ ലങ്ക 6 വിക്കറ്റിന് ജയിച്ചപ്പോൾ ഗാലറിയിൽ ഇന്ത്യൻ ആരാധകർ നിരാശരായി. ജയസൂര്യ ഷാർജയിൽ വെച്ച് ഇന്ത്യക്കെതിരെ നേടിയ 189 റൺസായിരുന്നു 19 അംഗ 2024 ഫെബ്രുവരിയിൽ 210 റൺസ് നേടുന്നതിന് മുൻപ് ഓഡിയിലെ ശ്രീലങ്കയുടെ ഉയർന്ന വ്യക്തിഗത സ്കോർ. 2000 കൊക്കക്കോള ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ കാണാനെത്തിയ ഇന്ത്യൻ ആരാധകർക്ക് മുന്നിൽ ജയസൂര്യയുടെ പകർന്നാട്ടമായിരുന്നു അന്ന്. അർഹിച്ച ഇരട്ട സെഞ്ചുറി വെറും 11 റൺസിന് ജയസൂര്യയ്ക്ക് നഷ്ടമായി എന്നത് മാത്രമാണ് ലങ്കൻ ആരാധകർക്കുണ്ടായ സങ്കടം. ലങ്ക കുറിച്ച 299 റൺസിന് ഇന്ത്യയുടെ മറുപടി വെറും 54 റൺസായിരുന്നു. ജയസൂര്യ വീണ്ടും ശ്രീലങ്കയുടെ രക്ഷകനായി മാറുകയാണ്. ശ്രീലങ്കയുടെ ഇടക്കാല ഹെഡ് കോച്ചായി തുടരുകയാണ് ജയസൂര്യ. ലോകകപ്പ് തോൽവിയുടെയും സമീപകാല മോശം പ്രകടനങ്ങളിൽ നിന്നും ലങ്കയെ കരകയറ്റുക എന്നതാണ് ജയസൂര്യയുടെ മുൻപിലുള്ള ആദ്യ ജോലി. അതിന് വീണു കിട്ടിയത് എക്കാലവും തൻ്റെ ബാറ്റിംഗ് ചൂടറിഞ്ഞ ഇന്ത്യയുമായി നടന്ന T20 മത്സരം തങ്ങൾക്ക് അനുകൂലമായില്ലെങ്കിലും ഓഡിയിൽ ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാൻ ലങ്കയ്ക്കായി. 3-ാം ഓഡിയിൽ 110 റൺസിൻ്റെ ജയം സ്വന്തമാക്കി 27 വർഷത്തെ കടമാണ് ലങ്ക തീർത്തത്. തുടർന്ന് നടന്ന ഇംഗ്ലണ്ട് ടൂറിലെ ആദ്യത്തെ 2 ടെസ്റ്റ് മത്സരങ്ങളും ലങ്കയ്ക്ക് അനുകൂലമായിരുന്നില്ല. എന്നാൽ 3-ാം ടെസ്റ്റിൽ 8 വിക്കറ്റിൻ്റെ ജയത്തോടെ ലങ്ക വീണ്ടും പവർഫുള്ളായി മടങ്ങിയെത്തുകയാണ്. ജയസൂര്യയ്ക്ക് കീഴിൽ ലങ്കയ്ക്ക് തൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുകയാണ് ലക്ഷ്യം.